ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്, ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ. കാരണം ഞാൻ വളരെ പ്രതിസന്ധികളിലൊക്കെ ഇരിക്കും, എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യമാണ് അതൊക്കെ. ദൈവമേ, ഉള്ളിൽ നമ്മൾ പുറമേ കരഞ്ഞുണ്ടല്ലേ, ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ. നീ എന്നോടൊപ്പം ഉണ്ട്, അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നീ എൻ്റെ അപ്പനല്ലേ, നീ എന്നെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. നിൻ്റെ മാറത്ത് എന്നെ അണയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിൻ്റെ മാർവിടത്തിൽ എന്നെ മറയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പല സങ്കീർത്തനങ്ങളും നമ്മുടെ മനസ്സിലേക്ക്, പല വാക്യങ്ങളും, സങ്കീർത്തനം മാത്രമല്ല പല വാക്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. മറവിടമായി എനിക്ക് യേശുവിനെ മറച്ചിടും, അവൻ എന്നെ ചിറകടിയിൽ. ആ ഒരു ഉറപ്പും ധൈര്യവും. യഹോവ എൻ്റെ ശാശ്വത പാറയാണ് അല്ലേ, അവനെൻ്റെ. അതുപോലെ തന്നെയുള്ളതാണ്, ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ നീ കേട്ടതിനാൽ നീ കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ എന്നെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. ഈ ലോക ജീവിതത്തിൽ പെറ്റമ്മ മാറിപ്പോകും, ഉറ്റ സ്നേഹിതർ മാറിപ്പോകും, നമ്മുടെ കൂട്ടുകാർ, ബന്ധുക്കാർ, സ്വന്തക്കാർ, നമ്മുടെ മക്കൾ, നമ്മുടെ കൂട്ടു പാർട്ട്ണർ, നമ്മുടെ കൂടപ്പിറപ്പുകൾ ഈ ലോകത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയും. പക്ഷെ കൈവിടാത്ത ഒരുവനാണ് കർത്താവ്. അത് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും. ഈ ലോകത്തിലെല്ലാവരും ഒറ്റപ്പെടുത്തി താങ്ങും തണലുമില്ലാതെ ഇരുന്ന എന്നെ ഇതുവരെ എന്നെ എത്തിച്ചെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. പലപ്പോഴും തകർന്നു പോകാം, ക്ഷീണിച്ചു പോകാം, ഇടറിപ്പോകാം എന്നൊക്കെ ചിന്തിച്ചിരുന്ന സ്ഥാനത്ത്, സൂയിസൈഡ് അറ്റം അതൊക്കെ ചിന്തിച്ചിരുന്ന ഒരു സ്ഥാനത്ത് വന്ന് ഇതുവരെ ഒറ്റയ്ക്ക് നടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു മേന്മയല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. പലരും നമ്മളെ പഴിക്കും, ദൂഷിക്കും. അതൊക്കെ നമ്മൾ ഈ ലോകത്തെ കേൾക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്ക് ചെവി കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തളർന്ന് ക്ഷീണിച്ച് പോവുക തന്നെ ചെയ്യും. നമുക്ക് കാലിടറാതെ മുന്നോട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ചെവിയൊക്കെ അടച്ചു പൊത്തിക്കെട്ടി നമുക്ക് നടന്നേ പറ്റൂ അല്ലേ. നമ്മൾ അവരെ കേട്ട്, അവർ പറയുന്നത് കേട്ട് ഡെസ്പായി നമ്മൾ ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ജോലി ആവശ്യമാണ്, നമുക്ക് സാമ്പത്തിക ആവശ്യമാണ്, നമുക്ക് ആരോഗ്യം ആവശ്യമാണ്. ഇത് കേട്ട് മനസ്സ് തളർന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? ഓർക്കുക, ചിലതൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും, ചിലതൊക്കെ കാണേണ്ടതായിട്ട് വരും. കേൾക്കുന്നതിനെ